ബ്രഹ്മപുരം തീപിടുത്തത്തിൽ അട്ടിമറി സാധ്യത ഫോറൻസിക് റിപ്പോർട്ട് തള്ളിയിരിക്കുന്നു. സ്വാഭാവിക തീപിടുത്തമാണ് ബ്രഹ്മപുരത്തുണ്ടായിരിക്കുന്നത്. ചൂട് കൂടിയപ്പോൾ മാലിന്യ കൂമ്പാരത്തിന്റെ അടിത്തട്ടിൽ നിന്ന് തീപിടിച്ചുവെന്നാണ് നിഗമനം. മനഃപൂർവ്വം തീയിട്ടതിന് തെളിവില്ലെന്നും തൃശൂർ ഫോറൻസിക് ലാബ് റിപ്പോർട്ടിൽ പറയുന്നു. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, വലിയ ആരോപണമായിരുന്നു മനഃപൂർവ്വമുള്ള തീയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ. പക്ഷേ അതല്ലെന്നാണ് ഇപ്പോൾ ലാബിൽ നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. മറ്റു വിവരങ്ങൾ ധന്യ, ഫോറൻസിക് ലാബിന്റെ റിപ്പോർട്ട് പറയുന്നത് സ്വാഭാവികമായ ഒരു തീപിടുത്തമാണ് ബ്രഹ്മപുരത്തുണ്ടായത്. ആരും തീപിടിച്ചതിന് മനഃപൂർവ്വമുണ്ടായ ഒരു തീപിടുത്തത്തിന് തീയിട്ടു എന്നതിന് തെളിവില്ല എന്നുമാണ് തൃശൂർ ഫോറൻസിക് ലാബ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ട് പൂർണ്ണമായും തന്നെ ഇത് അട്ടിമറി സാധ്യത എന്ന് തുടക്കത്തിൽ തന്നെ ആരോപിച്ചിരുന്നത് തള്ളുന്ന രീതിയിലുള്ളതാണ് ഫോറൻസിക് ലാബിന്റെ റിപ്പോർട്ട്. നേരത്തെ പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടും സമാന രീതിയിലുള്ളതായിരുന്നു. അങ്ങനെ ഒരു മനഃപൂർവ്വം തീയിട്ടതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു ചൂണ്ടിക്കാട്ടിയിരുന്നത്. ചൂട് കൂടിയപ്പോൾ മാലിന്യ കൂമ്പാരത്തിന്റെ അടിത്തട്ടിൽ നിന്ന് തീപിടിച്ചുവെന്നാണ് ഫോറൻസിക് ലാബ് കണ്ടെത്തിയിരിക്കുന്നത്. തീപിടുത്തത്തിന് ആക്കം കൂട്ടുന്നത് മാലിന്യമേറെയുള്ളതാണ്, അതിന്റെ ഒരു വ്യാപന തോത് കൂട്ടിയിരിക്കുന്നത് എന്നാണ്. മാലിന്യങ്ങളിൽ വലിയ രീതിയിലുള്ള രാസമാറ്റം സംഭവിക്കുന്നുണ്ട്. അതെല്ലാമാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് കൂടുതലായും തന്നെ പറയുന്നത്. ഇതിൽ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് പോലീസിന്റെയും ഫോറൻസിക്കിന്റെയും എല്ലാം തന്നെ ഒരു അന്വേഷണം ഇത് സംബന്ധിച്ച് ഉണ്ടായിരുന്നത്. ഇതിൽ പ്രധാനമായും തന്നെ വ്യക്തമാക്കുന്നത് ഈ അട്ടിമറി സാധ്യത തള്ളി എന്ന് തന്നെയാണ് ഇതിന്റെ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ടത്. മറ്റൊന്ന്, ഇതിൽ ഇപ്പോൾ അവിടെയുള്ള ഒരു സ്ഥിതി വിവര കണക്കുകളാണ്. തീപിടുത്തത്തിന് ഇനിയും സാധ്യതയുള്ള ഒരു സ്ഥലമായിട്ട് തന്നെയാണ് ഫോറൻസിക്കും അടയാളപ്പെടുത്തുന്നത്. വലിയ രീതിയിലുള്ള തീപിടുത്തമാണ് ഉണ്ടായത്. ഏതാണ്ട് 14 ദിവസത്തോളം തീപിടുത്തം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇതിൽ നിലനിൽക്കുന്നത്. നീണ്ട ഒരു അന്വേഷണമാണ് ഇത് സംബന്ധിച്ച് നടത്തിയത്. പ്ലാന്റിലെ ജീവനക്കാരെയും കരാർ കമ്പനി ഉദ്യോഗസ്ഥരെയും നാട്ടുകാരെയും അടക്കം നിരവധി പേരുടെ എല്ലാം തന്നെ മൊഴി പോലീസ് ശേഖരിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെയാണ് ഫോറൻസിക്കും ഇതിനു വേണ്ടിയുള്ള തെളിവെടുപ്പും പഠനവും നടത്തിയത്. ഇതിപ്പോൾ 2 റിപ്പോർട്ടും അട്ടിമറി സാധ്യത തള്ളുന്നതാണ്. നന്ദി ഡാനു. വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷ ഉദ്ഘാടനത്തിൽ കെ മുരളീധരനെ അവഗണിച്ചതിനെതിരെ ശശി തരൂർ. പരിപാടിയുടെ സംഘാടനത്തിൽ പിഴവ് പറ്റി. മുൻ KPCC അധ്യക്ഷന്മാരെ ഒരുപോലെ കാണണമായിരുന്നു. കെ മുരളീധരന് പ്രസംഗിക്കാൻ അവസരം നൽകണമായിരുന്നു. കെ മുരളീധരനെ ഒതുക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കണമെന്നും തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞു. KM-ന്റെ വിഷയത്തിൽ എനിക്ക് തോന്നുന്നു ഇത് ശരിക്ക് ഒരു തെറ്റാണ് നമ്മുടെ പാർട്ടിയുടെ പക. കാരണം ഈ വിഷയത്തിൽ ഒരു മാനദണ്ഡം അവർ പ്രഖ്യാപിച്ചു. മുൻ KPCC പ്രസിഡന്റ്മാരായിട്ടാണ് ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ M ഹസനും അവർ വേദിയിൽ സംസാരിക്കാൻ അവസരം കൊടുത്തത്. അപ്പോൾ ആ സ്ഥിതിയിൽ വേറൊരു KPCC പ്രസിഡന്റ് ഒരേ വേദിയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരേപോലെ ഖർഗെ സാറിൻ്റെ പ്രസംഗത്തിന് മുമ്പ് പ്രസംഗിക്കാൻ ഒരു അവസരം കൊടുക്കണ്ടേ? ഒരു നോം പ്രഖ്യാപിച്ചാൽ ആ നോമിനെ പാലിക്കണ്ടേ? യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിലിനെതിരെ പാലക്കാട് നഗരത്തിൽ പോസ്റ്ററുകൾ. ജില്ലാ പ്രസിഡന്റ് TH ഫിറോസ് ബാബുവിന്റെയും ഷാഫി പറമ്പിലിന്റെയും ഏകാധിപത്യവും ഗ്രൂപ്പിസവും അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യം. ഷാഫി ഫാൻസ് പാലക്കാട്ടെ കോൺഗ്രസിന് ബാധിച്ച ക്യാൻസർ എന്നും പോസ്റ്ററിലുണ്ട്. പഞ്ച് ചെയ്ത് മുങ്ങുന്ന ജീവനക്കാരെ പിടിക്കാൻ ലക്ഷ്യമിട്ടുള്ള പരിഷ്കരണത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട്. സെക്രട്ടേറിയറ്റിലെ ആക്സസ് കൺട്രോൾ സംവിധാനം ബയോമെട്രിക് പഞ്ചിങ്ങുമായി ബന്ധിപ്പിക്കില്ല. ജീവനക്കാരുടെ സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങി. ആക്സസ് കൺട്രോൾ പ്രധാന കവാടങ്ങളിൽ മാത്രമായി ചുരുക്കാനും നീക്കം. ശമ്പള സോഫ്റ്റ്വെയറായ സ്പാക്കുമായി ബന്ധിപ്പിക്കുമെന്ന ഭാഗം ഒഴിവാക്കി പുതിയ ഉത്തരവ് പുറത്തിറക്കി. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്ധന സെസ്സും മറ്റു നികുതി ഫീസ് വർധനകളും പ്രാബല്യത്തിൽ. പെട്രോളിനും ഡീസലിനും 2 രൂപ കൂടി. ഇതിനു പുറമെ ഭൂമിയുടെ ന്യായവിലയും വാഹനങ്ങളുടെ വിലയും വർദ്ധിക്കുകയാണ്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് 20 രൂപയും കൂടി. നികുതി വർധനവിനെതിരെ UDF സംസ്ഥാന വ്യാപകമായി ഇന്ന് കരിദിനം ആചരിക്കുകയാണ്. പാലക്കാട് തൃശൂർ 6 വരി പാതയിൽ വാളയാറിലും പന്നിയങ്കരയിലും ടോൾ നിരക്ക് വർധന നിലവിൽ വന്നു. 5% വരെയാണ് ടോൾ നിരക്ക് വർദ്ധിക്കുക. ഇതിനു പുറമെ പന്നിയങ്കരയിൽ പ്രദേശവാസികൾക്കുള്ള സൗജന്യ യാത്ര നിർത്തലാക്കാനുള്ള നീക്കത്തിനെതിരെയും പ്രതിഷേധമുയർന്നു. വാളയാർ പന്നിയങ്കര ടോൾ പ്ലാസകളിലാണ് പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നത്. വാളയാറിൽ ഒരു വശത്തേക്ക് കാറ്, ജീപ്പ് തുടങ്ങിയ വാഹനങ്ങൾക്ക് 75 രൂപയും പന്നിയങ്കരയിൽ 110 രൂപയും നൽകണം. മറ്റു വാഹനങ്ങൾക്കും 5% വരെയാണ് നിരക്ക് വർദ്ധിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ പന്നിയങ്കരയിൽ പ്രദേശവാസികൾക്ക് അനുവദിച്ചിരുന്ന സൗജന്യ യാത്ര
നിർത്താനുള്ള നീക്കത്തിനെതിരെയും പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. നമ്മുടെ സാധാരണക്കാർക്കും എല്ലാം നമ്മൾ ഹോസ്പിറ്റലിൽ പോകണമെങ്കിലും പാലക്കാട് ജില്ലയിലെ മെഡിക്കൽ കോളേജ് ഇരുന്ന് പോകുന്നവരെയും തൃശ്ശൂർ ജില്ലയ്ക്ക് പോകണം. ഏത് കേസ് കിട്ടും ഇവിടെയുള്ള ജനങ്ങൾ മുഴുവൻ പാലക്കാട് ജില്ലയിൽ ജീവിക്കുന്ന ആൾക്കാർ മുഴുവനും തൃശ്ശൂർ ജില്ലയിലെ ജോലി ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അപ്പോൾ എല്ലാം ടോൾ കടന്ന് വേണം പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ പോകുന്നവർക്കല്ല ഈ ചാർജ് കൂടുതൽ ഭയങ്കര ദുരന്തമാണ്. പന്നിയങ്കരയിൽ പ്രദേശവാസികൾക്കുള്ള മാസപ്പാസിന്റെ നിരക്ക് 315 രൂപയായിരുന്നത് 330 രൂപയായി വർദ്ധിക്കും. സംഭവത്തിൽ പ്രതിഷേധിച്ച് സമരസമിതി ടോൾ പ്ലാസയ്ക്ക് സമീപം ധർണ നടത്തി. പ്രദേശവാസികൾക്ക് സൗജന്യം തുടരണമെന്നും അല്ലെങ്കിൽ ശക്തമായ സമരം തുടങ്ങുമെന്നും സമരസമിതി വ്യക്തമാക്കി. ഇന്ധനവില വർധനയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. കൊച്ചിയിൽ നിന്ന് ഡാനിപ്പോൾ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് ഇന്ധന സെസ് ബജറ്റ് നിർദ്ദേശമനുസരിച്ചുകൊണ്ടുള്ള ഇന്ധന സെസ് ഇന്നു മുതൽ നിലവിൽ വരികയാണ്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടിയുള്ള പണം കണ്ടെത്തുക, അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ രീതിയിലേക്ക് സംസ്ഥാന സർക്കാർ ഇത് വർദ്ധിപ്പിക്കുന്നത്. 2 രൂപ മുതൽ പെട്രോളിനും ഡീസലിനുമാണ് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് ആനുപാതികമായി മറ്റ് വിലക്കയറ്റം ഉണ്ടാകുന്ന വലിയ രീതിയിലൊരു ആശങ്ക നിലനിൽക്കുന്നു. സ്വാഭാവികമായും ഇന്ധനത്തിന് വില വർദ്ധിക്കുമ്പോൾ ആ രീതിയിൽ തന്നെയാണ് സ്വാഭാവിക പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഒരു വിലക്ക് ഇതിനെ കാണുന്നത്? ഇത് യാതൊരു തത്വദീക്ഷയില്ലാത്ത വർധനമാണിത്. ഇത് ആളുകളുടെ കയ്യിൽ അമിത ഭാരം ഏൽപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ജനങ്ങൾക്ക് ഭാരം കൂട്ടിക്കൊടുക്കാനല്ലാതെ കൊണ്ട് ഇതുകൊണ്ട് ജനങ്ങൾക്ക് യാതൊരു സൗകര്യം ഉണ്ടാവണില്ല. ഇതിലിപ്പോ സർക്കാരിനൊരു വീക്ഷണമുള്ളതെന്ന് വെച്ചാൽ ഇതുകൊണ്ട് ക്ഷേമ പെൻഷനിൽ അത്തരം കാര്യങ്ങൾ വിതരണം ചെയ്യാൻ കഴിയുമെന്നാണ്. ക്ഷേമ പെൻഷനൊക്കെ കൊടുക്കാനായിട്ട് മറ്റെന്തെങ്കിലും മാർഗ്ഗങ്ങൾ നോക്കണ്ടേ? ആളുകളെ ഒരു യാത്രക്കാർ മാത്രം ബുദ്ധിമുട്ടിച്ച് എല്ലാ സാധനങ്ങൾക്കും യാത്രക്കാർ ബുദ്ധിമുട്ടിക്കുമ്പോൾ ജനങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള വർധനവ് വരുന്നത്. ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടി മാത്രം ആളുകളുടെ കൂടുതലും അമിതഭാരം ഏർപ്പെടുന്നത് അന്യായം ഒരേപോലെ കാണേണ്ടതാണ്. എന്തായാലും ഇത് ഒരു നീതീകരിക്കാനാവില്ല എന്ന് തന്നെയാണോ? തീർച്ചയായിട്ടും രീതിയിലുള്ള ഒരു പ്രതികരണങ്ങളാണ്. കാരണം പലപ്പോഴും ഇത് വലിയ രീതിയിലുള്ളൊരു വിലക്കയറ്റത്തിന് കാരണമാക്കാറുണ്ട്. കഴിഞ്ഞ കുറച്ച് നാൾ സാധാരണഗതിയിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു വില വർധനവ് പലപ്പോഴും തന്നെ ഉണ്ടാകാറുണ്ടായിരുന്നു. നിത്യേനയെന്നോളം തന്നെ ഈ ഇന്ധനത്തിന് വില ഉയരുന്നൊരു സാഹചര്യം തന്നെയായിരുന്നു. ഇപ്പോൾ സംസ്ഥാന സർക്കാർ കൂടി ആ രീതിയിലേക്ക് അതിന് ബജറ്റിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് ഇതിൽ വർധനവ് വർദ്ധിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് കൊച്ചിയിൽ 105.59 ആയിരുന്നത് 107.61 പെട്രോളും ഡീസൽ 94.53 നിന്ന് 96.54 അടക്കം എത്തിയിരിക്കുന്നു. ഈ രീതിയിലൊരു വർധനവിലേക്ക് വന്നിരിക്കുന്നു. ഇത് വില കൂടിയത് അറിഞ്ഞിരുന്നോ? വില കൂടിയെന്നറിഞ്ഞു. എങ്ങനെയാണ് ഇത് ഒരു വിലക്കയറ്റത്തിനോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടിനൊക്കെ ഇടയാക്കും തോന്നുന്നുണ്ടോ? പിന്നെ ബുദ്ധിമുട്ടിന് ഇടയാക്കൂലേ? നമുക്കിപ്പോ ഇവിടുന്ന് പെരുമ്പാവൂർ വരെ വർക്കിന് പോണേണ്. അപ്പൊ പെട്രോൾ അടിക്കാൻ എങ്ങനെയാണ്? പൈസ വേണ്ടേ? ബുദ്ധിമുട്ട് തന്നെ. തീർച്ചയായും സാധാരണക്കാരുടെ പ്രതികരണങ്ങളെല്ലാം അത് തന്നെയാണ്. മറിച്ചൊന്നും നമ്മൾ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം ഏതോ ഒരു ചെറിയ ശതമാനം വില ഉയർന്നാൽ പോലും അത് മറ്റ് സാധനങ്ങളുടെ എല്ലാം തന്നെ ആനുപാതികമായ വിലവർധനവിന് കാരണമാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് തന്നെ കടുത്ത പ്രതിഷേധത്തിലേക്കും അടക്കം പ്രതിഷേധങ്ങളെല്ലാം തന്നെ പല ഭാഗങ്ങളിലും ഉയരുന്നുണ്ട്. പക്ഷേ എങ്ങനെ പ്രതികരിക്കും എന്ന വല്ലാത്തൊരു നിസ്സംഗതയും ഒപ്പം ജനങ്ങളിലുണ്ട്. കാരണം ഈ രീതിയിലേക്ക് വിലവർധനവ് നടപ്പാക്കുമ്പോൾ ആരോട് പരാതിപ്പെടണം? സർക്കാർ തന്നെ ഇതിന് മുന്നിട്ടിറങ്ങുമ്പോൾ എന്നതാണ് ജനങ്ങൾ ഉയർത്തുന്ന ഒരു ചോദ്യം. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ജാനി പോൾ, ന്യൂസ് 18. ജനജീവിതം സർക്കാർ കൂടുതൽ ദുരിതത്തിലാക്കിയതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. നികുതി പിരിക്കുന്നതിൽ സർക്കാർ പരാജയമാണ്. സർക്കാരിന്റെ വാർഷികാഘോഷങ്ങളിൽ UDF പങ്കെടുക്കില്ല. വികസന കാര്യങ്ങളിൽ മാത്രം UDF ജനപ്രതിനിധികൾ പങ്കെടുക്കുന്നുവെന്നും വി ഡി സതീശൻ. സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത കൊണ്ടും അനാസ്ഥ കൊണ്ടുമാണ് ഈ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത തരത്തിലുള്ള ഇത്ര വലിയൊരു നികുതി ഭാരം ജനങ്ങളുടെ തലയിലേക്ക് വരുന്നത്. വൈദ്യുതി ചാർജ് കൂട്ടി, വെള്ളക്കരം കൂട്ടി, ഇന്ധന സെസ് വർദ്ധിപ്പിച്ചു, എല്ലാ തരത്തിലും നികുതി വർധനവാണ്. ഇത് ഇപ്പോൾ തന്നെ വിലക്കയറ്റത്തിലായിരുന്ന് ജീവിതം പൊറുതിമുട്ടിയ ആളുകൾക്ക് ജീവിതം കൂടുതൽ ദുരിതപൂർണമായി മാറും. നമുക്ക് ഈ നികുതി ഭാരം മുഴുവൻ നടപ്പാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട സർക്കാരിന്റെ കെടുകാര്യസ്ഥത കൊണ്ടാണ്. നികുതി പിരിച്ചെടുക്കുന്നതിൽ ഈ സർക്കാർ പൂർണ്ണ പരാജയമായി. സർക്കാരിന്റെ പരാജയം സാധാരണക്കാരന്റെ തലയിലേക്ക് എത്തി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്.
വയനാട്ടിൽ ആദിവാസി ദമ്പതികളുടെ 6 മാസം പ്രായമായ കുഞ്ഞു മരിച്ച സംഭവത്തിൽ മാനന്തവാടി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ഡോക്ടറെ പിരിച്ചുവിട്ടു. ഗുരുതര വീഴ്ചയുണ്ടായെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഡോക്ടർ രാഹുൽ സാജുവിനെ പിരിച്ചുവിട്ടത്. മറ്റ് 2 ജീവനക്കാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. കോഴിക്കോട് പാളയത്തെ ജയലക്ഷ്മി ടെക്സ്റ്റൈൽസിൽ ഉണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയം. ടെക്സ്റ്റൈൽസിന്റെ 2ാം നിലയിലാണ് തീപിടുത്തമുണ്ടായത്. പെരുന്നാൾ വിഷു സീസൺ കണക്കിലെടുത്ത് ശേഖരിച്ച സ്റ്റോക്ക് ഉൾപ്പെടെ കത്തിനശിച്ചു. നിർത്തിയിട്ടിരുന്ന 2 കാറുകളും കത്തി. തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിക്കുകയാണെന്നും 4 ദിവസത്തിനകം റിപ്പോർട്ട് നൽകുമെന്നും ജില്ലാ ഫയർ ഓഫീസർ പറഞ്ഞു. പ്രൈമറി സെഷൻ തുറന്ന 2ാമത്തെ നിലയിലാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ 2 സാധ്യതകളുണ്ട്. ഒന്ന് താഴ്ന്നാവാം, അല്ലെങ്കിൽ 2ാമത്തെ നിലയിലാവാം. അതേതാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് പറയാൻ കഴിയും. അത് നോക്കണം. ഇപ്പോൾ മൊത്തത്തിൽ കരിഞ്ഞടക്കണം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ അത് പറയാൻ കഴിയുമല്ലോ എങ്ങനെയാണെന്ന്. ഇപ്പോൾ തീപിടുത്തം ഏകദേശം കൺട്രോളിലാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഫർദർ കടക്കും. പരിശോധനയൊക്കെ ഉണ്ടായിരിക്കും. ഡീറ്റെയിൽ ആയിട്ടുള്ള എൻക്വയറിയും മറ്റു കാര്യങ്ങളും ഉണ്ടാവും. ഇതിപ്പോൾ കെടുത്തിയ മൂലം മുമ്പ് തീപിടിച്ചതിൽ നിന്നുണ്ടായിട്ടുള്ള സ്മോക്കാണ്. അപ്പോൾ അങ്ങനത്തെ വസ്തുക്കളാണ് തീപിടിച്ചിട്ടുള്ളത്. പ്ലാസ്റ്റിക്, ഡ്രസ്സുകൾ, മറ്റു വസ്തുക്കൾ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു സൈഡിലാണ് കൂടുതലായിട്ടുള്ളത്. സ്മോക്ക് വരും. സ്മോക്ക് എല്ലാ ഭാഗത്തേക്കും പോയിട്ടുണ്ട്. ഫയർ അലാം ഉൾപ്പെടെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കേണ്ടതുണ്ടെന്ന് മേയർ ബീന ഫിലിപ്പ് പറഞ്ഞു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഫയർ ഹൈഡ്രന്റും അതുപോലെ എവറി ഡേ ചെക്ക് ചെയ്യാനുള്ള സംവിധാനം, എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് വെച്ചാൽ അലാം അടിക്കുന്ന സംവിധാനം, പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ അങ്ങനെ ഒരു പുക അധികം വന്നാൽ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. അത് നമ്മൾ വെക്കണം. പക്ഷേ ആ ഒരു സംവിധാനം കോഴിക്കോട് വരണം. ചെറുതായിട്ടൊരു പുക പ്രത്യേകിച്ച് ഇങ്ങനത്തെ സമയത്ത് വന്നാൽ ഉടൻ അതിന്റെ വാർണിംഗ് പോകുന്ന അലാം സംവിധാനം ഇത്തരത്തിലുള്ള കമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾക്കുണ്ടാവണം. അരിക്കൊമ്പൻ വിഷയത്തിൽ ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി നാളെ ചിന്നക്കനാലിലെത്തും. പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനാണ് വിദഗ്ധ സമിതിയുടെ സന്ദർശനം. 301 കോളനിയിലെ പ്രശ്നബാധിതരെ കാണും. അരിക്കൊമ്പന് റേഡിയോ കോളർ ഘടിപ്പിച്ച് വനമേഖലയിലേക്ക് മാറ്റാനുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അതിനിടെ 3-ന് ഇടുക്കിയിൽ നടത്താനിരുന്ന LDF ഹർത്താൽ പിൻവലിച്ചു. പ്രിൻസ് ജെയിംസ് ചേരുന്നു. പ്രിൻസ്, അരിക്കൊമ്പൻ വിഷയത്തിൽ വിദഗ്ധ സമിതി എത്തുന്നു. ഒപ്പം തന്നെ വലിയ പ്രതിഷേധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ചിന്നക്കനാലിൽ നിന്നുള്ള വിവരങ്ങൾ? തീർച്ചയായും അരിക്കൊമ്പൻ വിഷയത്തിലെ കോടതി ഇടപെടലിനെ തുടർന്ന് സമരങ്ങൾ തുടരുകയാണ്. തിരുവനന്തപുരത്ത് ഒരു അപ്പോൾ സമരം 5-ാം തീയതി ഒപ്പം പൂപ്പാറയിൽ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം 3 മുതൽ 6 വരെ ധർണ നടക്കും. കൂടാതെ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ കുടുംബാംഗങ്ങൾ ഉൾക്കൊണ്ടുള്ള സമരസമിതി ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതേസമയം വിദഗ്ധ സമിതി നാളെയോ തൊട്ടടുത്ത ദിവസമോ ഈ മേഖലയിലേക്ക് സന്ദർശനം നടത്തുമെന്നാണ് കരുതുന്നത്. 301 കോളനിയിലും തിരുവനന്തപുരത്തുമൊക്കെ, അതായത് കാട്ടാന ആക്രമണങ്ങൾ പതിവായി നേരിടുന്ന മേഖലകളിലെത്തി ജനങ്ങളുമായി സംവദിക്കുമെന്നാണ് കരുതുന്നത്. അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായ ശേഷം ആനയെ ഇവിടുന്ന് മാറ്റാനുള്ള ഇടപെടൽ നടക്കുമെന്ന് തന്നെയാണ് ജനങ്ങൾ കരുതുന്നത്. ആനയെ നിലവിൽ കോളർ ഘടിപ്പിച്ച് വേറൊരു വനമേഖലയിലേക്ക് മാറ്റണമെന്നാണ് ആളുകൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇവിടുന്ന് മറുകെട്ടാൻ ദേശീയ നിന്നും അരിക്കൊമ്പനെ മാറ്റണമെന്ന് തന്നെ ഉറച്ച നിലപാടിലാണ് രംഗത്തെത്തുന്നത്. കാരണം മറുകെട്ടാൻ വളരെ ചെറിയൊരു വനമേഖലയാണ്. ഉൾക്കാട്ടിലേക്ക് വിട്ടുകഴിഞ്ഞാൽ തന്നെയും ആന ഇവിടേക്ക് പതിവായി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. റേഡിയോ കോളർ ഘടിപ്പിച്ച് മറുകെട്ടാൻ തൊഴിലേക്ക് വിട്ടു കഴിഞ്ഞാൽ അത് എത്രമാത്രം പ്രായോഗികമാണ് എന്നതിനെ കുറിച്ച് വ്യക്തമല്ല. മറ്റേതെങ്കിലും ഒരു വനമേഖലയിലേക്ക് മാറ്റണം എന്ന് തന്നെയാണ് ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 10 ദിവസം LDF ഭൂപ്രശ്നങ്ങളിൽ പരിഹാരം കാണണം ആവശ്യപ്പെട്ടുകൊണ്ട് LDF ജില്ലയിൽ ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്തിരുന്നു. 3-ന് ഹർത്താൽ ആഹ്വാനം ചെയ്തിരുന്നു. ഇപ്പോൾ നിലവിൽ LDF നേതാക്കൾ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഈ ഹർത്താൽ പിൻവലിച്ചിട്ടുണ്ട്. നിയമങ്ങൾ ഭേദഗതി ചെയ്യുക എന്നൊരു ആവശ്യമാണ് ഇതിനകത്ത് ഈ ഹർത്താലിന് പ്രധാനമായും പ്രതിപക്ഷങ്ങൾ നിയമം ഭേദഗതി ചെയ്യുന്ന ബില്ല് അവതരിപ്പിക്കാൻ അനുവദിക്കുന്നില്ല എന്നത് ചൂണ്ടിക്കാട്ടുകയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയെ തുടർന്ന് ഉടൻ പരിഹാരം കാണുമെന്നുള്ള ഉറപ്പ് പിൻവലിച്ചുവെന്നാണ് നേതാക്കൾ അറിയിക്കുന്നത്. നന്ദി പ്രിൻസ്. വൈക്കം സത്യാഗ്രഹത്തിന് 100 വയസ്സ്.
അട്ടപ്പാടി മധു വധക്കേസിൽ സാക്ഷികളുടെ കൂറുമാറ്റങ്ങൾ മധുവിന്റെ കുടുംബത്തെയും പ്രോസിക്യൂഷനെയും ഞെട്ടിച്ച സംഭവങ്ങളാണ്. സാക്ഷികളുടെ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചിട്ടും അവയെല്ലാം നിഷേധിച്ചത് പല നാടകീയ സംഭവങ്ങൾക്കും കാരണമായി. 24 സാക്ഷികളാണ് മധുക്കേസിൽ കൂറുമാറിയത്. മുക്കാലിയിൽ മധു ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയായപ്പോൾ സാക്ഷിയായവരിൽ പലരും അതെല്ലാം നിഷേധിച്ചു. കോടതിയിൽ ദൃശ്യങ്ങൾ കാണിച്ചപ്പോഴാണ് പ്രോസിക്യൂഷൻ ഞെട്ടിയത്. ആൾക്കൂട്ട വിചാരണ നടക്കുന്ന സ്ഥലത്ത് സാക്ഷികളിൽ ചിലർ നിൽക്കുന്ന ചിത്രമാണിത്. ഇതിൽ റോസ് കളർ ഷർട്ടിട്ട് നിൽക്കുന്ന ആളാണ് സുനിൽകുമാർ. എന്നാൽ കോടതിയിൽ ഈ ചിത്രം കാണിച്ചപ്പോൾ ഒരു കൂസലുമില്ലാതെ അത് താനല്ലെന്ന് സുനിൽകുമാർ പറഞ്ഞു. അങ്ങനെയാണ് സുനിൽകുമാറിന്റെ കാഴ്ചശക്തി പരിശോധിക്കാൻ കോടതി ആവശ്യപ്പെടുന്നത്. ഒരു സ്പെസിഫിക് ആയിട്ട് കാണാനില്ല, ഒരു കൂട്ടത്തിനിടയിൽ ഒരാളാണ്, എനിക്ക് കൃത്യമായിട്ട് കാണുന്നില്ല സാർ എന്ന് പറയുന്നത് മനസ്സിലാക്കാം. ഇത് ഇദ്ദേഹത്തിനെ എടുത്ത് ഫ്രെയിമിൽ കാണിച്ചിട്ട് ചോദിക്കുക, അദ്ദേഹത്തിന്റെ കഴുത്തിൽ അന്ന് കോടതിയിൽ സാക്ഷി പറയാൻ വരുമ്പോൾ ഉള്ള ലോക്കറ്റ് അടക്കമുള്ള സാധനമാണ് ദൃശ്യങ്ങളിൽ കാണിച്ചു കൊടുക്കുന്നത്. ആളുടെ മുഖമല്ല, മുഖം പോട്ടെ, മുഖത്തിലുള്ള. അപ്പം ആ ലോക്കറ്റ് കാണുന്നിടത്തോളം വ്യക്തത വരണമെങ്കിൽ ആ മുഖം, അതിന്റെ ലോക്കറ്റിന്റെ മുകളിൽ തലയും കൂടി ഉണ്ടല്ലോ, ആ ഒരു പാർട്ടിൽ എത്ര വ്യക്തത ഉണ്ടാവും. അത് ഒരാളും അത് സുനിൽകുമാർ അല്ലാന്ന് പറഞ്ഞിട്ടില്ല. മീൻസ് മധുവിന്റെ ഏറ്റവും അടുത്ത ബന്ധു ചന്ദ്രൻ മധുവിനെ അറിയില്ലെന്ന് പോലും പറഞ്ഞു. ചന്ദ്രൻ മധുവിന്റെ അടുത്ത ബന്ധുവാണ്, മധുവിനെ അറിയില്ല പറഞ്ഞല്ലോ. സ്വന്തം ബന്ധു ഈ പറഞ്ഞ മധുവിനെ അറിയില്ല എന്ന തരത്തിലേക്ക് മൊഴി മാറ്റുമ്പോൾ നമ്മളൊക്കെ സത്യത്തിൽ നിന്ന് ഞെട്ടുകയാണ്. ആ ഒരു തലത്തിലേക്കും ഒരു സാക്ഷി പോവുക എന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ പറ്റില്ല. ചില സാക്ഷികൾ എന്തു പറഞ്ഞാലും നിഷേധിക്കുന്ന അവസ്ഥയിലായി. വളരെ കാഷ്വൽ ആയിട്ട് നമ്മൾ ചോദിച്ചു, ഇന്ന ആളെ നിങ്ങൾ അറിയോ, അതായത് അയാളെ സ്വന്തം അച്ഛനെ അയാളെ അറിയോന്നാ ചോദിച്ചേ. അറിയില്ല പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ അച്ഛൻ്റെ പേരെന്താണ്? അടുത്തൊരു ചോദ്യം ആയിട്ട് നമ്മൾ ചോദിച്ചു, നിങ്ങളുടെ അച്ഛൻ്റെ പേരാണ്. അപ്പം അച്ഛൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് ആ പേര് ഞാൻ പറയുന്നത്. അയാളും അയാളുടെ അച്ഛനെ പോലും, അതായത് സ്വന്തം അച്ഛൻ ആരാണെന്ന് ചോദിച്ച പ്രോസിക്യൂട്ടർ എന്ത് ചോദിച്ചാലും അറിയില്ല എന്ന് പറയണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സ്വന്തം അച്ഛനെ അറിയുമോന്ന് ചോദിച്ചപ്പോൾ അറിയില്ലെന്ന് പറഞ്ഞു സാക്ഷി. അപ്പൊ ആ ഒരു തരത്തിലുള്ള ഒരു ട്രെയിനിങ് കൊടുത്തിട്ടാണ് പല സാക്ഷികളും കോടതിക്ക് വരുന്നത്. കൂറുമാറിയവർക്കെതിരെ നടപടി വേണമെന്ന് മധുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കേസിൽ 103 സാക്ഷികളെ വിസ്തരിച്ചതിൽ 77 പേർ അനുകൂലമായി മൊഴി നൽകിയത് പ്രോസിക്യൂഷനും മധുവിന്റെ കുടുംബത്തിനും പ്രതീക്ഷ നൽകുന്നതാണ്. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. രാജ്യത്ത് കോവിഡ് രോഗികളുടെ പ്രതിദിന എണ്ണത്തിൽ നേരിയ കുറവ്. ഒരു ദിവസത്തിനിടെ 2994 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 2 ദിവസവും 3000-ലധികം പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരുന്നത്. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുണ മണ്ഡലത്തിൽ സിദ്ധരാമയ്യക്കെതിരെ BS യെഡിയൂരപ്പയുടെ മകൻ മത്സരിക്കില്ല. മകൻ വിജയേന്ദ്ര മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ തള്ളി യെഡിയൂരപ്പ. വരുണയിൽ വിജയേന്ദ്ര മത്സരിക്കുന്നതിനെക്കുറിച്ച് ചോദ്യമേ ഉദിക്കുന്നില്ലെന്നും യെഡിയൂരപ്പ. കേരള സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ സജി ഗോപിനാഥ് ചുമതലയേറ്റു. സിസ തോമസ് സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച പശ്ചാത്തലത്തിലാണ് ഡോക്ടർ സജി ഗോപിനാഥ് ചുമതലയേറ്റത്. നെതർലൻഡ്സിൽ മുഖ്യമന്ത്രി നടത്തിയ കൂടിക്കാഴ്ച പ്രോട്ടോകോൾ ലംഘനമെന്ന് കോൺഗ്രസ് നേതാവ് ടോണി ചമ്മണി. സോണ്ടയ്ക്ക് വിദേശ പങ്കാളിയെ ചേർക്കുന്നതിൽ മുഖ്യമന്ത്രി ചർച്ച നടത്തി. മൺട്രോത്തുരത്തിൽ നിന്നുള്ള ജങ്കാർ സർവീസ് നിലയ്ക്കില്ല. ജങ്കാർ ഉടമയുമായി പ്രതിഷേധമുയർത്തിയ ജീവനക്കാരുമായും പഞ്ചായത്ത് അധികൃതർ നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ സർവീസ് പുനരാരംഭിക്കാൻ തീരുമാനമായി. തിരുവനന്തപുരം വെങ്ങാനൂർ പൌർണമിക്കാവ് ക്ഷേത്രത്തിൽ ആരംഭിച്ച പ്രപഞ്ചയാഗം 2ാം ദിവസം പിന്നിടുമ്പോൾ വൻ ഭക്തജന തിരക്ക്. നേപ്പാളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള യാഗാചാര്യന്മാർ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന യാഗം ഏപ്രിൽ 6 വരെ തുടരും. യാഗശാലയിൽ പുലർച്ചെ അരണിയിൽ നിന്ന് ജ്വലിപ്പിച്ച അഗ്നി ഹോമകുണ്ഡത്തിൽ പകർന്നതോടുകൂടിയാണ് യാഗത്തിന് തുടക്കമായത്. ബാലത്രിപുരസുന്ദരി ദേവി മുഖ്യപ്രതിഷ്ഠയായ പൗർണമിക്കാവ് മറ്റൊരു മഹായാഗത്തിനു കൂടി വേദിയാവുകയാണ്. നേപ്പാളിലെ പശുപതിനാഥ്, ബദരിനാഥ്, കേദാർനാഥ്, പത്മനാഭസ്വാമി ക്ഷേത്രം, മധുര മീനാക്ഷി ക്ഷേത്രം തുടങ്ങി 108 പുണ്യകേന്ദ്രങ്ങളിലെ മുഖ്യ പുരോഹിതർ
കാർമ്മികത്വം വഹിക്കും. അഘോരി പരമ്പരയിലെ ശ്രീ ശ്രീ കൈലാസപതിയാണ് യാഗാചാര്യൻ. പഞ്ചമുഖ ഗണപതി, ഹാലാസ്യ ശിവൻ, പരാശക്തി, നാഗദേവകൾ തുടങ്ങി നിരവധി ഉപദേവകളുടെ പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. മാസത്തിൽ 2 തവണയെ നട തുറക്കൂ. പൗർണമിക്കും അത് കഴിഞ്ഞു വരുന്ന രണ്ടാമത്തെ വെള്ളിയാഴ്ചയിലും. കഴിഞ്ഞ വർഷം 10 ദിവസം നീണ്ട മഹാകാളി യാഗം നടന്നിരുന്നു. പ്രപഞ്ച നന്മയ്ക്കും ജീവരാശിയുടെ രക്ഷയ്ക്കുമായാണ് യാഗം നടത്തുന്നത്. യാഗശാല കാണാനെത്തുന്ന തീർത്ഥാടകർക്ക് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കലാസ്വാദകർക്ക് അത്യാധുനിക സാംസ്കാരിക നിലയമെന്ന ആശയവുമായി നിതാംബാനി കൾച്ചറൽ സെന്റർ മുംബൈയിൽ പ്രവർത്തനം ആരംഭിച്ചു. രാജ്യത്തിന്റെ സാംസ്കാരിക പാരമ്പര്യവും വൈവിധ്യവും ജനങ്ങളിലെത്തിക്കുക ലക്ഷ്യമിട്ടാണ് കൾച്ചറൽ സെന്റർ ആരംഭിച്ചിരിക്കുന്നത്. കലാ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരാണ് കൾച്ചറൽ സെന്റർ സന്ദർശിക്കാനെത്തുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച കലാനുഭവം എന്നാണ് പ്രമുഖ ബോളിവുഡ് താരം അനുപം ഖേർ പ്രതികരിച്ചത്. I'm at a loss for words, but I think Mukesh and me had dreamt about having a cultural center in India comparable to the best in the world, and hopefully today is a reality. I'm so looking forward to welcoming everyone to the cultural center in Mumbai. Well, what is the vision for NMACC? ന്യൂസ് ലൈവ് പൂർണ്ണമാവുന്നു. നമസ്കാരം. സിങ്ക് കണ്ടെത്ത 1 ഏക്കറോളം കൃഷിയിടം ആന